ചില ഉദാഹരണങ്ങൾ മാത്രം. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, സഹാബത്ത് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, വഹിയല്ലാത്തൊരു കാര്യത്തെ ദീൻ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ദീനായി കണക്കാക്കാറില്ല. വഹിയല്ലാത്ത ഒന്നിനെ. വഹി എന്ന് പറഞ്ഞാൽ ഖുർആനും സ്വഹീഹായ ഹദീസുകളും. ഖുർആനും സ്വഹീഹായ ഹദീസുകളും. ഇത് എന്തിനറിയിക്കുന്നോ അതാണ് ദീൻ. തെളിവുകൾ, ഇതിനാണ് തെളിവുകൾ എന്ന് പറയാം. സഹാബത്തിനെടുക്കൽ ഇതല്ലാത്തതൊന്നും ദീനിനെ അറിയിക്കുന്ന തെളിവുകളല്ല. ഖുർആനും സ്വഹീഹായ ഹദീസുകളും എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് എന്താ പറയാ, സ്വപ്നം കാണല് അല്ലെ? പല ആൾക്കാരും, പല ത്വരീഖത്തിന്റെയും പല ഷെയ്ഖന്മാരും എന്താ പറയല്, ഞങ്ങളുടെ ഷെയ്ഖ് എന്ത് ചെയ്തു, ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറയാം. നമ്മൾ ആലോചിക്കുക, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം, അവരുടെ തുടക്കം തന്നെ എങ്ങനെയായിരുന്നു? ഒരു സ്വപ്ന. അതിന്റെ സ്ഥാപകൻ കാണുന്നൊരു സ്വപ്നം, ആ സ്വപ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒരു വിഭാഗം തന്നെ ഉണ്ടാവുന്നത്. സ്വപ്നം ദീനിൽ തെളിവാണോ? ആണ്. ആരുടെ മാത്രം? നബിമാരുടെ മാത്രം, അല്ലെങ്കിൽ നബിമാർ അംഗീകരിച്ച സ്വപ്നങ്ങൾ മാത്രം. നബിമാർ അംഗീകരിച്ച സ്വപ്നങ്ങൾ മാത്രം. അതേ ദീനിൽ തെളിവാവുള്ളൂ. എന്താ കാരണം? എന്താ ബാക്കിയുള്ള സ്വപ്നങ്ങൾ ദീനിൽ തെളിവാവാത്തതിന് കാരണം എന്താ? സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് 3 തരമുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ തന്നെ നഫ്സിൽ പല കാര്യങ്ങളും വരുന്ന, അങ്ങനെ എന്തൊക്കെയോ ഒരു വ്യക്തതയില്ലാത്ത പല കാര്യങ്ങളും വന്നു പോകുന്ന പല പഴയ ഓർമ്മകൾ, അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ അവന്റെ തന്നെ സ്വന്തം നഫ്സിൽ വരുന്ന, എന്നുവെച്ചാൽ കണ്ടവൻ തന്നെ ഓർമ്മ ഉണ്ടല്ലോ എന്താ കണ്ടത്, അങ്ങനത്തെ പല സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്നാമത്തെ തരം. രണ്ടാമത്തെ തരം ഷെയ്ത്താൻ ഇട്ടുകൊടുക്കുന്ന സ്വപ്നങ്ങളുണ്ട്. ഷെയ്ത്താൻ, കുട്ടികളും രാത്രി പെട്ടെന്ന് ഞെട്ടി എണീറ്റ് കരയുന്നൊക്കെ ഇങ്ങനെ ഷെയ്ത്താൻ പല സ്വപ്നങ്ങളും കാണിച്ചു കൊടുത്തിട്ടാണ്. നമ്മൾ തന്നെ വലിയ ആളുകളും പലപ്പോഴും കാണും, രാത്രി ഉറങ്ങുമ്പോൾ അധികാരങ്ങളും ചൊല്ലാതെ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ പല സ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ എന്ത് ചെയ്യും, കാണും. അത് ഷെയ്ത്താൻ ഇട്ട് തരുന്ന. മൂന്നാമത്തത് അള്ളാഹു തോന്നിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ട്. അള്ളാഹു തോന്നിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങൾ, സാധാരണ ഒരു വ്യക്തി കാണുന്ന സ്വപ്നം, ഇത് 3-ൽ ഏതിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ പ്രത്യേകിച്ച് നിർവാഹമൊന്നുമില്ല. ചില എന്താ പറയാ സൂചനകളുണ്ട് എന്നല്ലാതെ കൃത്യമായി ഉറപ്പിക്കാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അത് ദീനിൽ തെളിവാക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ, വലിയ പണ്ഡിതനാണ്, വലിയ ഇമാമാണ്, ആ പണ്ഡിതൻ ഖുർആൻ സുന്നത്തിനും എതിരാകുന്നൊരു കാര്യം പറഞ്ഞാൽ ആ പണ്ഡിതന്റെ സംസാരം നമ്മൾ സ്വീകരിക്കും. ആ പണ്ഡിതൻ മോശക്കാരനായതുകൊണ്ടോ ഒന്നുമല്ല, അദ്ദേഹത്തിനൊരു തെറ്റുപറ്റി, മാനുഷികമായ അബദ്ധം പറ്റി. അദ്ദേഹത്തെ ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പിൻപറ്റുകയില്ല. ഇതൊന്നും ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവെന്നുള്ളത് ഈ 2 കാര്യങ്ങളാണ്, ഖുർആനും സ്വഹീഹായ ഹദീസുകളും. ഇതെന്തിനറിയിക്കുന്നോ ദീനാണ്. ഇതെന്തിനറിയിക്കുന്നോ അത് ദീനാണ്. ഇതല്ലാത്തതിനൊന്നും എന്ത് ചെയ്യാറില്ല, സഹാബത്ത് ദീനായി മനസ്സിലാക്കാറില്ല. ഇത് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കുറെ ആളുകൾ എന്ത് ചെയ്യും, പുറത്തു പോകും. നിങ്ങൾ കേട്ടിരുന്ന, വായിച്ചിരുന്ന പല ആളുകൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് പുറത്തു പോകും. കാരണം നിങ്ങൾ പലപ്പോഴായി അങ്ങനെയുള്ള ആളുകളെ കേൾക്കുമ്പോൾ അവർ ദീനിന്റേതാണ്, ഇതിൽ ദീനിൽപ്പെട്ടതാണെന്ന് പറയാൻ, തെളിയിക്കാൻ ഖുർആൻ സുന്നത്തും അല്ലാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, തെളിവ് പിടിക്കാറുണ്ട്. അത് നിങ്ങൾ ഓർത്താൽ മനസ്സിലാവും, ഓർമ്മ വരും പല ആളുകളും. അങ്ങനെയുള്ള ആളുകൾ അവർ ഈ നിലപാടുകാരല്ല. ഉദാഹരണത്തിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോ റബീഉൽ അവ്വലൊക്കെ ആയതുകൊണ്ട് നബിദിനാഘോഷത്തിന്റെ വിഷയം. നബിദിനാഘോഷം അല്ലെ, അവർ പറയാം എന്താ, ലോകത്തെല്ലായിടത്തുണ്ട്, അമേരിക്കയിലുണ്ട്, ജപ്പാനിലുണ്ട്, യൂറോപ്പിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. അതൊക്കെ ഉണ്ട്, ശരിയാണ്. ഖുർആൻ സുന്നത്തിൽ ഇല്ലാന്നേ ഉള്ളൂ. ഖുർആൻ സുന്നത്തിലും വരുമ്പോഴെന്താ ഉള്ളൂ, അത് ദീനാവുള്ളൂ. അത് സ്വഹാബത്തിന്റെ നിലപാട് അങ്ങനെയാണ്. ഖുർആൻ സുന്നത്തിലും ഒരു കാര്യം അറിയിക്കുമ്പോഴേ അത് ദീനാവുകയുള്ളൂ.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനായി നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അത് ഖുർആനിൽ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിൽ അത് കടന്നു വരേണ്ടതുണ്ട്. ഇതൊരു ഉദാഹരണമായിട്ട് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സ്വഹാബത്തിന് മറ്റൊരു നിലപാടാണെന്ത്, ഈ ആയത്തുകളും ഹദീസുകളും അത് അവനവന് തോന്നിയ അർത്ഥങ്ങളിൽ മനസ്സിലാക്കാനല്ല സ്വഹാബത്തിന്റെ നിലപാട്. ശ്രദ്ധിക്കണേ, ഖുർആനും ഹദീസാണ് ദീനിൽ തെളിവാവുകയുള്ളൂ, ബാക്കിയൊന്നും ദീനാവുകയില്ല നമ്മൾ പറഞ്ഞു. സ്വഹാബത്തിന്റെ നിലപാട് അതാണെന്ന് പറഞ്ഞു. അതേസമയം അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, പ്രത്യേകതയാണ്. ഈ രണ്ട് കാര്യങ്ങളും അവരവർക്ക് തോന്നിയ രൂപത്തിൽ, അവനവന് മനസ്സിലായ രൂപത്തിൽ സ്വഹാബത്ത് മനസ്സിലാക്കാറില്ല. മറിച്ച് ഇതിന് ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തർത്ഥമാണ് പഠിപ്പിച്ചെന്നത്, ആ അർത്ഥമേ എന്ത് ചെയ്യാറുള്ളൂ, അവരതിന്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കാറുള്ളൂ. ശ്രദ്ധിക്കണേ, ഖുർആനും ഹദീസും നമുക്കറിയാം അറബി ഭാഷയാണ്. രണ്ടും അറബി ഭാഷ. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം എന്താ പറയാ, മികവാർന്ന അല്ലെങ്കിൽ ഭംഗിയുള്ള വിശാലമായൊരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ അതിൽ മിക്ക പദങ്ങൾക്കും ഒന്നിലധികം അർത്ഥങ്ങൾ, ചില വാക്കുകൾക്കൊക്കെ 20-30 അധികം അർത്ഥങ്ങളൊക്കെ ഉണ്ട് ഒരൊറ്റ വാക്കിന്. അപ്പൊ ഈ 20-30 അർത്ഥങ്ങളിൽ അല്ലെങ്കിൽ ഒന്നിലധികം അർത്ഥങ്ങളിൽ ഏതർത്ഥത്തിലാണ് നമ്മൾ ഈ ആയത്ത് മനസ്സിലാക്കേണ്ടത്? ഏതർത്ഥത്തിലാണ് നമുക്ക് ഇഷ്ടപ്പെട്ട അർത്ഥത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതർത്ഥമാണോ പഠിപ്പിച്ചത് ആ അർത്ഥത്തിൽ. വളരെ ഗൗരവമുള്ള വിഷയം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു ഷിർക്കിലേക്ക് ദാവത്ത് ചെയ്യുന്നൊരു വലിയൊരു നേതാവ്, ഷിർക്കും ഖുറാഫാത്തും വിദേഹത്തിലേക്കൊക്കെ അയാളുടെ അണികൾക്ക് എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, ആയത്തോതി പഠിപ്പിക്കുകയാണെന്ത്, ഫൽ മുദബ്ബിറാത്തി അമ്ര. ഈ ആയത്ത് എന്തിനർത്ഥമാക്കും? ഈ ആയത്തിന് നേർക്കുന്നതിലുള്ള അർത്ഥം എന്താ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയും, പ്ലൂരലാണ്, ഏകവചനമല്ല, ബഹുവചനാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയും എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം വിശദീകരിക്കണം, അദ്ദേഹത്തിന്റെ വിശദീകരണമാണ്. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണത്ര ആരും CM മടവൂർ. CM മടവൂർ മുദബ്ബിർ ലാലമാണെന്ന് മൂപ്പരെന്ത് ചെയ്യാണ്, ആ വ്യക്തി ആയത്ത് തെളിവ് പിടിച്ചിട്ട് പറയാം. എന്നുവെച്ചാൽ ഇങ്ങനെ തെളിവ് പിടിച്ച് നമുക്ക് തോന്നിയതൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യമില്ല ദീനം. ആയത്തും ഹദീസുകൾ എന്നുള്ളത് നമുക്ക് തോന്നിയ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുവാനുള്ളതല്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തർത്ഥമാണോ പഠിപ്പിച്ചത് ആ അർത്ഥമേ നമ്മൾ മനസ്സിലാക്കാവൂ, സ്വീകരിക്കാവൂ. അതേ ദീനാവുകയുള്ളൂ. ആയത്തിൽ ഇങ്ങനെയുണ്ട്, ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയല്ലേ, അപ്പൊ എന്താ അങ്ങനെ ശരിയാവാത്ത? കാരണം ആ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നല്ല. ചില പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആയത്തിന്റെ വാക്കുകൾ, പദങ്ങൾ മാത്രമല്ല അറിയിച്ചെന്നത്, അതിന്റെ അർത്ഥവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാക്കിന്റെ ഘടനകളും അതിന്റെ പദങ്ങളും മാത്രമല്ല പഠിപ്പിച്ചത്, അതിന്റെ അർത്ഥം എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ അർത്ഥത്തിൽ വിശ്വസിക്കുകയും നിലപാടുകൾ എടുക്കുമ്പോഴേ നമ്മൾ ഖുർആൻ സുന്നത്ത് പിൻപറ്റിയാനാവുകയുള്ളൂ. ഈ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന അർത്ഥം എന്താ? ഫൽ മുദബ്ബിറാത്തി അമ്ര എന്നുള്ള ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന അർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളാണ്. അള്ളാഹു കൽപ്പിക്കുമ്പോൾ മഴ പെയ്യിപ്പിക്കുക, അള്ളാഹു കൽപ്പിക്കുമ്പോൾ കാറ്റ് വീശിക്കുക, അള്ളാഹു കൽപ്പിക്കുമ്പോൾ ചെടികൾ മുളപ്പിക്കുക, അള്ളാഹു കൽപ്പിക്കുമ്പോൾ റൂഹ് പിടിക്കുക, അള്ളാഹു കൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഗർഭസ്ഥ ശിശുവിന് റൂഹ് ഊതുക. ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ദുനിയാവിലെ മറ്റു കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മലക്കുകളെയാണ് എന്ത് ചെയ്യുന്നത് ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്. ആ ഒരു അർത്ഥമേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാവൂ. അതേ ദീനാവുകയുള്ളൂ. അതല്ലാത്ത അർത്ഥങ്ങൾ നമുക്ക് പല കാര്യങ്ങൾക്കും പല അർത്ഥങ്ങളും പറയാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, അറബി ഭാഷ എന്നുള്ളത് വളരെ വിശാലമായ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ പലതിനും നമുക്ക് പല അർത്ഥങ്ങളും പറയാൻ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് നിസ്കാരത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ള വാക്കെന്താ ഖുർആനിൽ? അസ്സലാത്ത്. വഖീമുസ്സലാത്ത വആത്തുസ്സക. ഈ സ്വലാത്ത് എന്നുള്ള വാക്കിന്റെ ശരിക്കുള്ള അറബിയിലെ അർത്ഥം എന്താണെന്നറിയോ?
എന്താർത്ഥം? പ്രാർത്ഥന. ശരിക്കുള്ള അർത്ഥം പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഈ അർത്ഥം പരിഗണിക്കാത്ത ആൾക്കാർ അവരെന്താ പറയാ, പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പല ആൾക്കാരും നമ്മളിങ്ങനെ എപ്പോഴും പള്ളിയിൽ പോയി ഇങ്ങനെ ഓരോ വക്ത് ഓരോ സമയത്ത് പോയി പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്നില്ല, നമ്മുടെ മനസ്സിൽ ആ പ്രാർത്ഥന ഉണ്ടായാൽ മതി എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ട് അവർ വെറുതെ പറയുന്നതല്ല. ദീൻ പഠിപ്പിച്ച വാക്കുകളെ ദീൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ അബദ്ധങ്ങൾ സംഭവിക്കും. അപ്പൊ പദങ്ങൾ ദീൻ പഠിപ്പിച്ചെന്ന ഖുർആനും സ്വഹീഹ് ഹദീസുകളും അത് മാത്രം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇത് സ്വീകരിക്കേണ്ടത് ദീൻ പഠിപ്പിച്ച അർത്ഥത്തിലായിരിക്കണം, മനസ്സിലാക്കേണ്ടത് ദീൻ പഠിപ്പിച്ചെന്ന അർത്ഥത്തിലായിരിക്കണം. സ്വഹാബത്തിന്റെ നിലപാട്. ഇതല്ലാത്ത അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ള അർത്ഥത്തിൽ, നമുക്ക് തോന്നിയ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മളിതിൽ നിലപാടുകൾ സ്വീകരിക്കാൻ, ആയത്തുകൾ മനസ്സിലാക്കാൻ, ഹദീസുകൾ മനസ്സിലാക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, സ്വഹാബത്തിന്റെ നിലപാടെന്നുള്ളത്, എന്താണോ ദീനിലുള്ളത് അതേ അവർ ചെയ്യുള്ളൂ. പുതുതായിട്ടൊരു കാര്യം എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം സഞ്ചരിച്ചതിന്റെ പിന്നാലെ സഞ്ചരിക്കുക. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനാ പറഞ്ഞത്. ഫത്തബിഊനി, എന്നെ പിൻപറ്റാന്ന് പറഞ്ഞ അർത്ഥം, ഇത്തിബാ എന്ന് പറഞ്ഞ അർത്ഥം, ഒരാൾ നടക്കുമ്പോൾ അയാളെ പിൻപറ്റാന്ന് പറഞ്ഞാൽ അയാളുടെ പിന്നാലെ നടക്കുക, അയാൾ നടന്നതുപോലെ പിന്നാലെ പോവുക, അത്രേ ഉള്ളൂ. നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് ഈ ദീനിൽ. ഒരു കാര്യം ഗവേഷണം ചെയ്ത് എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കേണ്ടതോ ഒരു പുതിയ കാര്യം ചെയ്യേണ്ടതോ നമുക്ക് റബ്ബ് ബാധ്യതാക്കി നമ്മൾ വെറുതെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. റബ്ബ് നമ്മളത് ഏൽപ്പിച്ചിട്ടില്ല. റബ്ബ് നമ്മളെ ഏൽപ്പിച്ചത് പിൻപറ്റാനാണ്. എന്താണോ അവർ ചെയ്തത് അതുപോലെ ചെയ്യാം, പിന്നാലെ പോവാം. പുതുതായിട്ടൊരു കാര്യം ചെയ്യൂല. സ്വഹാബത്തിന് നിലപാടതാണ്. പുതുതായിട്ടൊരു കാര്യം അവർ ദീനിൽ ചെയ്യൂല. ഇത് പറയുമ്പോൾ നമുക്ക് പലർക്കും സംശയം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എന്ത്, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ മുസാഫ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മുസാഫ് ശേഖരിക്കപ്പെട്ടതിൽ തന്നെ എന്തുണ്ടായിരുന്നില്ല, കുത്തുണ്ടായിരുന്നില്ല, ഫത്ഹയില്ല, കസറില്ല, ദമ്മയില്ല, അങ്ങനൊന്നുമില്ല. അതുപോലെ തന്നെ ജുസുകളാക്കി വേർതിരിക്കപ്പെട്ടിട്ടില്ല, 30 ജുസ് ആക്കിയിട്ടില്ല. ഇതൊക്കെ ബിദ്അത്തുകളല്ലേ, പുത്തൻ ആചാരങ്ങളല്ലേ, ഇതൊക്കെ ളലാലത്തല്ലേ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. എന്താണ് അതിന് മറുപടി? അതിന്റെ സത്യാവസ്ഥ എന്താ? ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യം ചെയ്യാൻ അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, ദീനി ശർഈയായിട്ട് അത് ചെയ്യാൻ ഉള്ള ഒരു പ്രേരകം, അതവിടെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുകയും സ്വഹാബത്തിന് ആ കാര്യം ചെയ്യാൻ യാതൊരു തടസ്സവും ഇല്ലാതിരിക്കുകയും എന്നിട്ടും സ്വഹാബത്ത് ആ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യൽ ബിദഅത്താണ്. ശ്രദ്ധിക്കണേ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ കാര്യം ചെയ്യാനുള്ള പ്രേരകം, അറബിയിൽ മുഖ്തള എന്ന് പറയും. ശർഈയായി അത് ചെയ്യാൻ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാവണം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ. പിന്നെയോ അതാ കാര്യം, അത് ചെയ്യാനുള്ള പ്രേരകം ഉണ്ടായിട്ടും അത് നടപ്പിൽ വരുത്താൻ അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരു തടസ്സം അത് ഇല്ലാതിരിക്കും വേണം. ചെയ്യാൻ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. ഇങ്ങനെ തടസ്സമില്ലാതെ എന്നിട്ടും സ്വഹാബത്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് ചെയ്യൽ ബിദഅത്താണ്. ഇപ്പൊ ഉദാഹരണം, നബിദിനാഘോഷം. നബിദിനാഘോഷിക്കുന്നവർ എന്താ പറയാറ്? എന്താ അതിന് കാരണമായിട്ട് അവർ തന്നെ പറയുന്നത്? എന്താ പറയാറ്? ഹുബ്ബുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്താണ്, ഇഷ്ടമാണ്. അല്ല, ചിലർ ഇഷ്ഖുർ റസൂൽ എന്നൊക്കെ പറയാറുണ്ട്. അത് പോട്ടെ, വേറെ വിഷയം. അപ്പോൾ അവർ തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമാണ് ഇതിനുള്ള പ്രേരകം എന്ന് അവർ തന്നെ പറയുന്ന കാര്യം. നമ്മൾ ഈ ഒരു പ്രേരകം എടുക്കുക, ഈ ഒരു മുഖ്തള എടുക്കുക, ഇത് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കുക. ഹുബ്ബുർ റസൂൽ എന്നുള്ള മുഖ്തള, ആ ഒരു പ്രേരകം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടതുപോലെ സ്നേഹിച്ചതുപോലെ ഒരു സമൂഹവും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇനി ഇഷ്ടപ്പെടാൻ സാധിക്കൂല. അങ്ങനത്തെ ഒരു ഖൗമായിരുന്നു സ്വഹാബത്ത്.
ആ ഒരു സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന, അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കളും മക്കളും എല്ലാം ദുനിയാവ് നഷ്ടപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഷ്ടപ്പെടാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ എപ്പോഴും കരയുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിന് നബിദിനം ആഘോഷിക്കാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. മക്കയിലാണെങ്കിൽ പിന്നെയുണ്ടെന്ന് പറയാം. മദീനത്തോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണത്തിന് കീഴിലാണ്. അവർക്ക് വേണമെങ്കിൽ നടപ്പിൽ വരുത്താം, നടപ്പിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷവും തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരിക്കൽ പോലും അവരെന്ത് ചെയ്തിട്ടില്ല, നബിദിനം ആഘോഷിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് അവിടെ ഈ മുഖത്തള അവിടെയുണ്ട്. പ്രേരകം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലുണ്ട്. സ്വഹാബത്തിന് അത് ചെയ്യാൻ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ചെയ്താൽ എന്താവും? അത് ബിദഅത്താണ്. ഞാൻ തിരിച്ചു പറയാം, ബിദഅത്ത് ആവാത്തൊരു കാര്യം പറയാം. മുസ്ഹഫിന്റെ കാര്യം തന്നെ പറഞ്ഞു. മുസ്ഹഫ് ഒരുമിച്ച് ചേർക്കുന്ന വിഷയം, അതിന് ഉള്ള പ്രേരകം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. നൂറുകണക്കിന് സ്വഹാബത്തുണ്ട്. ഒരിക്കലും അവിടെ ഒരു മുസ്ഹഫ് ഉണ്ടാവേണ്ട ഒരു ആവശ്യകതയെ ഉണ്ടായിരുന്നില്ല. അതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമേ ഉണ്ടായിരുന്നില്ല. ഈ പ്രേരകം അല്ലെങ്കിൽ ഈ മുഖത്തള എപ്പോഴാണ് വന്നതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഖിലാഫത്തിൽ ഒരുപാട് ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങൾ ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്ന അവസ്ഥയൊക്കെ യമാമ യുദ്ധത്തിലൊക്കെ 70ഓളം ഖുർആൻ ഹാഫിളാക്കിയ ഹാഫിളുമാര് കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായി ഒറ്റ യുദ്ധത്തിൽ. ഈ ഒരു പ്രേരകം വന്നത് പിന്നീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് വന്ന പ്രേരകമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു കാര്യം ചെയ്യൽ എന്താവൂല? അത് ബിദഅത്താവൂല. അത് ചെയ്യൽ ബിദഅത്താവൂല. ഇനിയിപ്പോ തടസ്സത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തറാവിഹ് നിസ്കാരം, നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രേരകവും ഒന്ന് തടസ്സവും. തടസ്സത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തറാവിഹ് നിസ്കാരം ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്? അത് വീണ്ടും തുടങ്ങിയത്, റീസ്റ്റാർട്ട് ചെയ്തത് ആ കാലഘട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു 3-4 ദിവസങ്ങൾ. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്താണ്. എന്താ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം? എന്താ? ഒരു തടസ്സം ഉണ്ടായിരുന്നു. എന്താ തടസ്സം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു, ഇത് എന്റെ ഉമ്മത്തിന് നിർബന്ധമാക്കപ്പെടുമോ എന്ന് പേടിച്ചു. ഇതെന്റെ ഉമ്മത്തിന് നിർബന്ധമാക്കപ്പെടുമോ എന്ന് പേടിച്ചു. ഈ ഒരു പേടി ഏതോടെ അവസാനിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തോടെ അവസാനിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതോടുകൂടെ വഹി സ്റ്റോപ്പായി. പിന്നൊരു കാര്യം എന്ത് ചെയ്യില്ല, അന്ന് വരെ നിർബന്ധമല്ലാത്ത പിന്നൊരു കാര്യം പെട്ടെന്ന് എന്ത് ചെയ്യില്ല, നിർബന്ധം ആവൂല. പിന്നീട് മരണത്തിന് ശേഷം വഹി സ്റ്റോപ്പായി. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ആ തടസ്സം നീങ്ങിയതുകൊണ്ട് പിന്നെ ആ കാര്യം ചെയ്യുന്നത് എന്താവൂല? ബിദഅത്താവൂല. ഇത് ഇങ്ങനെ ഇത്രയും വിശദീകരിച്ചു തരുന്നത് ഈ നബിദിന ആഘോഷക്കാർ, അതുപോലെ തന്നെ പല ബിദഅത്തുകാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ജനങ്ങളെ എന്ത് ചെയ്യുന്നത്? തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കണം. 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്: മുഖ്തളയും മാനിയം. എന്നുവെച്ചാൽ അത് ചെയ്യാനുള്ള പ്രേരകവും അത് ചെയ്യുന്നതിനുള്ള തടസ്സവും. ഇത് ആ പ്രേരകം സ്വഹാബത്തിന്റെ കാലത്ത് ഉണ്ടാവുകയും അത് ചെയ്യാനുള്ള തടസ്സം സ്വഹാബത്തിന്റെ കാലത്ത് ഇല്ലാതിരിക്കുകയും, എന്നിട്ട് അവരത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളും ചെയ്യരുത്. ഇത് സ്വഹാബത്തിന്റെ നിലപാടാണ്. സ്വഹാബത്തിന്റെ നിലപാടാണ് വിഷയത്തിൽ. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്നും ദീനാവൂലാന്ന് ചുരുക്കം. സ്വഹാബത്തിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്താ? റളിയല്ലാഹു അൻഹും വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ. മുഹാജിറുകളെയും അൻസാറുകളെയും അവരെ പിൻപറ്റിയ മറ്റു സഹാബത്തിനൊക്കെ ബാക്കിയുള്ള ആളുകളെ എല്ലാവരും ചേർത്ത് അള്ളാഹു പറയും റളിയല്ലാഹു അൻഹും, അള്ളാഹു അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. അവർ തൃപ്തിപ്പെടാൻ കാരണം അവരുടെ നിലപാട്, അവരുടെ ആദർശം കാരണമാണ്. അതേ ആദർശത്തിൽ നമ്മളാണെങ്കിൽ നമ്മളെ അള്ളാഹു തൃപ്തിപ്പെടും. നമ്മൾ പുതുതായി എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു, കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ മുഴുവൻ വെള്ളം ഒഴിച്ച പോലെയാണ്. ചിന്തിക്കണേ,
ഒരു ഗ്ലാസ്സിൽ മുഴുവൻ എണ്ണ, നമ്മൾ ഒരു പാത്രത്തിൽ മുഴുവൻ എണ്ണ ഫുള്ളാണ്, ഇനി അതിൽ സ്ഥലമില്ല ഒന്നും ആഡ് ചെയ്യാൻ. അതിൽ നമ്മൾ പിന്നെ കൊണ്ടുപോയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാലോ എന്തുണ്ടാവുക? എന്ത് സംഭവിക്കണം? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിൽ മുഴുവൻ എണ്ണ, അതിൽ മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ഇനി പുറത്തുനിന്ന് എക്സ്ട്രാ എന്ത് ചെയ്യണം? വെള്ളം ആഡ് ചെയ്യണം. എന്തുണ്ടാവുക? ഒന്നുകിൽ വെള്ളം അതിനുള്ളിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? കുറച്ച് എണ്ണ പുറത്തു പോകും. അല്ലെങ്കിൽ ആ വെള്ളം അങ്ങനെ തന്നെ ഒഴിക്കുന്ന വാതി എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും, ഉള്ളിലേക്ക് കയറൂല. അതായത് ദീനിൽ ബിദ്അത്തുകൾക്ക് സ്ഥാനമില്ല. പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ദീനിൽ സ്ഥാനമില്ല. അത് ദീനിന്റെ പുറത്താണ്. അത് ദീനിന്റെ ഉള്ളിലേക്ക് കയറ്റിയാൽ എന്താ സംഭവിക്കാന്നറിയോ? ദീൻ അന്ന് പഠിപ്പിച്ചെന്ന രൂപത്തിൽ നിന്ന് മാറും, വേറൊരു രൂപത്തിലേക്കാവും. വേറൊരു രൂപത്തിലേക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒറ്റടിക്ക് ഒരുപാട് നേരം ഇരിക്കുന്നൊരു പ്രയാസമുണ്ടോ? ബിദ്അത്തുകൾ എങ്ങനെയാണ് ദീനിന്റെ ഷേപ്പ് മാറ്റുന്നത്, രൂപം മാറ്റുന്നത് മനസ്സിലാകണമെങ്കിൽ ഇന്നത്തെ ജൂത ക്രിസ്ത്യാനികൾ നോക്കിയാൽ മതി. ഇന്നത്തെ ജൂത ക്രിസ്ത്യാനികൾ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ജൂത ക്രിസ്ത്യാനികൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാമെ പിൻപറ്റിയ ആളുകൾ അവർ തൗഹീദിന്റെ വക്താക്കൾ. നമുക്ക് 100% ഉറപ്പുള്ള കാര്യം, യാതൊരു സംശയം നമുക്കതില്ല. തൗഹീദിന്റെ വക്താക്കളാണ്. അതുപോലെ തന്നെ ഇഞ്ചീലിന്റെ ആളുകൾ അവർ ഈസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ശുദ്ധമായ തൗഹീദിന്റെ വക്താക്കളാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്നത്തെ അവരുടെ അവസ്ഥ നോക്കിയേ. ഇന്നത്തെ ജൂത ക്രിസ്ത്യാനികളുടെ അവസ്ഥ, അവരിൽ തൗഹീദിന്റെ ഒരു കണിക പോലും കാണാൻ സാധിക്കില്ല. എങ്ങനെ ഇങ്ങനെ ആയത്? ഇങ്ങനെ തന്നെ കൂട്ടി 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 കുളിപ്പിച്ചു കുളിപ്പിച്ചു കുട്ടിയില്ലാണ്ടായി എന്ന് പറയുന്ന പോലെ ചേർത്ത് 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 ചെന്ന് എന്താ പറയാ, നാട്ടിൽ പറയാറുണ്ട് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാന്ന് പറയാറുണ്ട്. അതുപോലെ പലതും കൂട്ടിയും കുറച്ചും മാറ്റിയും തിരുത്തിയൊക്കെ ആ ദീന് വേറൊരു കോലത്തിലായി. ആ ദീന് വേറൊരു ഇത് ബിദ്അത്തിന്റെ അപകടങ്ങളാണ്. ബിദ്അത്ത് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. സലഫുകൾ പറയാറുണ്ട്, വൻപാപങ്ങളെക്കാൾ അപകടമാണെന്ത്? ബിദ്അത്തുകൾ. വൻപാപങ്ങളെക്കാൾ. വൻപാപം എന്ന് പറയുമ്പോൾ നമ്മൾ വ്യഭിചാരം അല്ലെങ്കിൽ മദ്യപാനം, അതുപോലെ തന്നെ ലഹരി, മറ്റ് ഒരുപാട് വൻപാപങ്ങളുണ്ട്. ഈ വൻപാപങ്ങളെക്കാൾ അപകടം പിടിച്ച ഗൗരവമുള്ള വിഷയമാണ് ബിദ്അത്തുകൾ. എന്താ കാരണം? വൻപാപം ചെയ്യുന്ന ഒരാൾ അവന്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവും. ഞാൻ ചെയ്യുന്നത് വൃത്തികേടാണ്, തിന്മയാണ്, ഇത് മാറ്റണം, എനിക്ക് നന്നാവണം, ഇങ്ങനെയൊന്നും ഞാൻ ജീവിച്ചാൽ പോരാ എന്നൊരു ബോധം അല്ലെങ്കിൽ ആ ഒരു മനസ്സാക്ഷി കുത്ത് അവന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ ബിദ്അത്തുകളോ? ബിദ്അത്തുകൾ അങ്ങനല്ല. ബിദ്അത്തുകൾ എന്നുള്ളത് അവന്റെ മനസ്സിൽ അതൊരു നന്മയായിട്ടാണ് അവൻ കണക്കാക്കുന്നത്. ഇതിനിയും വർദ്ധിപ്പിക്കണം, കൂടുതൽ ചെയ്യണം, എനിക്കിനിയും ഈ ബിദ്അത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ആവേശമാണ് അവനുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ആ ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ശൈത്താൻ ഏറ്റവും ഇഷ്ടം ഒരാളെ മദ്യപാനിയാക്കുന്നതിനും അതുപോലെ തന്നെ വ്യഭിചാരിയാക്കുന്നതിനേക്കാളും ശൈത്താൻ ഇഷ്ടം ഒരാളെ ബിദ്അത്തുകാരനാക്കുന്നതാണ്. കാരണം അവ അതിൽ തന്നെ മരിക്കുന്നവരെ അതിൽ തന്നെ തുടർന്നോളും. മരിക്കുന്നവരെ അതിൽ തന്നെ അവൻ തുടർന്നോളും. അതിൽ നിന്ന് അവൻ പിന്മാറി പോവുകയില്ല, അള്ളാഹു ഹിദായത്ത് കൊടുത്താലല്ലാതെ. ബിദ്അത്തുകൾ കടന്നു വരാത്ത, എങ്ങനെയാണോ അവരന്ന് ദീനനുസരിച്ച് ജീവിച്ചത് ആ കാര്യങ്ങൾ മാത്രം ദീനായി കണക്കാക്കുന്ന അങ്ങനത്തെ ഒരാൾ, അത് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സഹാബത്തിന്റെ നിലപാടിൽപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നിലപാടാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ സ്വഹാബത്തിന്റെ നിലപാടുകൾ ഉദാഹരണമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സ്വഹാബത്ത് ഒരു വിഷയത്തിലൊരു നിലപാടെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾക്ക് പ്രവേശിക്കാൻ നമ്മൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ദീൻ, ഞാനത് പറയാം.
ആ വിഷയത്തിൽ സ്വഹാബത്തൊരു നിലപാടെടുക്കുക, ആ വിഷയത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആയത്തുകളും ഹദീസുകളും അതിനെല്ലാത്തിനും അനുയോജ്യമായൊരു അർത്ഥമായിരിക്കും, അല്ലെങ്കിൽ ഒരു നിലപാടായിരിക്കും അവർക്കുണ്ടാവും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആയത്തിനെയും ഹദീസിനെയും തള്ളിക്കളയേണ്ട ഒരു അവസ്ഥ സ്വഹാബത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല. ശ്രദ്ധിക്കണേ, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വഹാബത്തിന്റെ നിലപാട് മാർഗം സ്വീകരിക്കുന്നവർ മാത്രം പ്രത്യേകം. ബാക്കി ഏത് ബിദ്അത്തിന്റെ ആളുകളാണെങ്കിലും അവരെല്ലാവരും ഏതെങ്കിലും ഒരു ആയത്തിനെയും ഹദീസിനെയും തള്ളിക്കളയും, അവരംഗീകരിക്കാൻ കൂട്ടാക്കൂല. അത് സ്വഹീയായ ആയത്തുകളൊക്കെ ആണെങ്കിൽ ദുർവ്യാഖ്യാനിക്കും, ഹദീസാണെങ്കിൽ അത് വൈഫാണെന്നൊക്കെ ആക്കാൻ നോക്കും. അവർക്കത് അംഗീകരിക്കാൻ സാധിക്കൂല, ഏതെങ്കിലും ആയത്തുകൾ ഹദീസുകൾ. അതേസമയം സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിലകൊണ്ട ഒരാൾക്ക് അവൻ ഒരു ആയത്തിനെയും ഒരു ഹദീസിനെയും തള്ളിക്കളയേണ്ട അവസ്ഥ വരില്ല, ഒന്നിനെ പോലും. ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഇപ്പോ നമ്മുടെ നാടുകളിലും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിദ്അത്തിന്റെ വിഭാഗമാണ് ഖവാരിജുകൾ എന്നുള്ളത്. ഈ തീവ്രവാദ സംഘങ്ങൾ ഒക്കെ ആ ഖവാരിജുകളുടെ ഒരു ആധുനിക രൂപങ്ങളാണ്. അവര് തെളിവ് പിടിക്കുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളൊക്കെ ഉണ്ട്. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, സ്വഹാബത്തിന്റെ നിലപാട് എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതിൽപ്പെട്ടൊരു ആയത്താണെന്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയണത്, ഒരാൾ ഒരു മുസ്ലിമിനെ മനഃപൂർവ്വം വധിച്ചു കഴിഞ്ഞാൽ, കൊന്നുകഴിഞ്ഞാൽ അവന്റെ പ്രതിഫലം എന്നുള്ളത് വെച്ചാൽ അവന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവന് കിട്ടാനുള്ള പ്രതിഫലം ജസാ, അത് അവൻ ജഹന്നമു ഖാലിദൻ ഫീഹ, കാലാകാലം നരകമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കും. കാലാകാലം നരകമാണെന്ന് ആയത്തിൽ അള്ളാഹ് പറയും. ഈ ആയത്ത് തെളിവ് പിടിച്ചിട്ട് അവർ പറയും, എന്താ പറയാ, ഒരാൾ വൻപാപം ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾ വധിക്കുക എന്നുള്ള വൻപാപത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഒരാൾ വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്. ഒരാൾ വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനാകും എന്നവരെന്ത് ചെയ്യും, ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിക്കും. എന്നാൽ ഇതേ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റൊരുപാട് ഹദീസുകൾ, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദുള്ള ആളുകളുടെ വിഷയത്തിൽ ഷഫാഅത്ത് പറയുന്ന ഹദീസുകളുണ്ട്. മുതവാത്തിറാണ്, എന്ന് വെച്ചാൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുള്ള വിഷയമാണ്. പല ആളുകളെയും അവരുടെ ഈമാന്റെ അടിസ്ഥാനത്തിൽ ആദ്യം നരകത്ത് പുറത്തേക്ക് കൊണ്ടുവരും. വെച്ചാൽ ശ്രദ്ധിക്കണം, തൗഹീദിന്റെ പക്ഷെ പല തിന്മകൾ ചെയ്തിട്ടുള്ള, വൻപാപങ്ങൾ ചെയ്തിട്ടുള്ള, ഷിർക്കും കുഫറും കലർന്നിട്ടില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം, നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ആ കരിഞ്ഞുപോയ ആളുകൾ നരകത്തിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ ഹദീസ് ഇവരീ പറഞ്ഞ വാദത്തിന് നേരെ എതിരാണ്. കാരണം ഇവർ പറഞ്ഞതുപോലെ വൻപാപം ചെയ്യുന്നവർ നരകത്തിൽ കാലാകാലം കിടക്കേണ്ടവരാണെങ്കിൽ ഇങ്ങനെ ഇവർ പുറത്ത് കൊണ്ടുവരാൻ പറ്റൂല. ഇവർ കാലാകാലം കിടക്കേണ്ട ഒരാളുകളല്ലേ, എങ്ങനെ പുറത്തു വരാം? ഞാനത് പറയുന്നത് നമ്മൾക്ക് മറ്റുള്ള ആളുകളുടെ നിലപാട് അല്ലെങ്കിൽ ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണെന്ത്, അവർ ഏതെങ്കിലും ഒരു ആയത്തിനോ ഹദീസിനോ എതിരായിരിക്കും. ഏതെങ്കിലും ഒരു ആയത്തിനോ ഹദീസിനോ എതിരായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ പല ഫിത്നകൾ ഉണ്ടായിട്ട്, അതായത് ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികളെ വിമർശിക്കാമെന്നത് പരസ്യമായി പള്ളി മെമ്പറുകളിൽ നിന്നാണെങ്കിലും ആൾക്കാർക്കിടയിൽ നിന്നാണെങ്കിലും ശക്തമായ ഭാഷ ഉപയോഗിച്ച് വിമർശിക്കുകയും അവർ ചെയ്ത തെറ്റുകൾ, ഹറാമുകൾ അത് സമൂഹമധ്യേ പ്രചരിപ്പിക്കുക, അതിനെ സംബന്ധിച്ച് ശക്തമായ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഒരുപാട് കാലമായി പല ആളുകളും സ്വീകരിച്ചു പോകുന്നൊരു നിലപാടാണ്. ശ്രദ്ധിക്കണേ, മുസ്ലിം രാജ്യങ്ങൾ ഉള്ള അവിടുത്തെ അവസ്ഥകളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം.
ഈ നിലപാട് അവര് പറയുന്നത് ഇതെന്തിന്റെ ഭാഗമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, എന്താ? മൻ റആ മിൻകുമുൽ അൽ മുൻകറ ഫൽയുഗയ്യിർഹു ബിയദിഹി. നിങ്ങൾ ഒരാൾ ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് കൈകൊണ്ട് തടുക്കണം. അത് കൈകൊണ്ട് തടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നാവ് കൊണ്ട് തടുക്കണം. നാവ് കൊണ്ട് തടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൽബ് കൊണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഭാഗമാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പ്രാവർത്തികമാക്കണം ഞങ്ങൾ എന്നെന്ത് ചെയ്യാണ് ഇവര് പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത്? മൻ അറാദ അയ്യൻസ ഹദീ സുൽത്താനിൻ ഫല്യഖുദ് ബിയദി. ആരെങ്കിലും അധികാരമുള്ള ഒരാളെ ഉപദേശിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ അധികാരമുള്ളവന്റെ കൈക്ക് പിടിച്ചുകൊള്ളട്ടെ. ഫലാ യുബ്ദിഹി അലാനിയത്തൻ. അവൻ എന്ത് ചെയ്യരുത്? ആ നസീഹത്ത് പരസ്യപ്പെടുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്. ഇതവൻ പാലിക്കൂല. ഇവന്റെ നസീഹത്ത് മുഴുവൻ പള്ളി മെമ്പറിന്റെ മുകളിൽ ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളൊന്നും ഒക്കെയാണ്. എന്നിട്ട് ആൾക്കാരെന്താ ഇതൊക്കെ കേട്ടിട്ട് ആവേശം കൊണ്ടിട്ട് ആൾക്കാർ ഈ ഭരണാധികാരിക്കെതിരെ വിപ്ലവവും സമരങ്ങളും പ്രശ്നങ്ങളും, അല്ലേ? നമുക്കൊക്കെ അറിയാം മുല്ലപ്പൂ വിപ്ലവം, അറബ് വസന്തം എന്നൊക്കെ ഇവർ ഓമന പേരിട്ട് വിളിക്കുന്ന ഫിത്തനകളും കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആ നാടുകൾ ഇപ്പൊ കുട്ടിച്ചോറാണ്, ഒന്നിനും കൊള്ളൂല. ഇനി ആ നാട് നല്ലൊരു അവസ്ഥയിലേക്ക് ആവണമെങ്കിൽ ഒരുപാട് വർഷം എടുക്കും. അതെന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൽപ്പന അനുസരിക്കാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് എതിരാകുന്നൊരവസ്ഥ എല്ലാ വിദഗ്ധക്കാരിലും ഉണ്ടാവും. ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇതൊക്കെയാണ് പൊതുവിലുള്ള അവരുടെ നിലപാടുകൾ. എല്ലാ വിഷയത്തിലും പൊതുവിലുള്ള മൊത്തത്തിലുള്ള അവരുടെ രീതി ഇങ്ങനെയാണ് സഹാബത്തിന്റെ. വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാൻ വേണ്ടി ചില അടിസ്ഥാനങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. എല്ലാം പറയല് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനി ചില പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ പറയാം. ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ പറഞ്ഞത് പൊതുവായിട്ടുള്ള നിലപാടാണെങ്കിൽ ആ നിലപാടുകൾ അവർ ഓരോ വിഷയത്തിലും അത് പ്രാക്ടിക്കലായി നടപ്പിലാക്കിയത് എങ്ങനെയാണെന്നുള്ളത്. എന്നുവെച്ചാൽ ഇപ്പൊ കഴിഞ്ഞത് തിയറിയും ഇനി പ്രാക്ടിക്കലും എങ്ങനെയാണ് ഓരോ വിഷയത്തിലും അവർ നിലപാടെടുത്തത് എങ്ങനെയാണെന്നുള്ളത്. ഒന്നാമത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവന്റെ വിശേഷണങ്ങൾ. അള്ളാഹുവിനെ പറ്റി അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഖുർആനിലും ഹദീസിലും, അല്ലേ? നമ്മൾ നേരത്തെ സഹാബത്തിനെ പറ്റി പറഞ്ഞപ്പോൾ റളിയല്ലാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടു. അള്ളാഹു തൃപ്തിപ്പെടുകയാണ്. അതുപോലെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം, കോപം ലഭിക്കപ്പെട്ട ആളുകൾ ജൂതന്മാരാണ്. ആരെ കോപിച്ചതാരാ? അള്ളാഹു. അപ്പൊ അള്ളാഹു കോപിക്കും. അള്ളാഹ് പഠിപ്പിച്ചതാണ്. ഇന്നല്ലാഹ യൻസിലു ഇല സമാഇ ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയാണ് അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അള്ളാഹു ഇറങ്ങുന്ന പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അതുപോലെ തന്നെ ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരെ നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ള നിങ്ങളോട് എന്ത് ചെയ്യും? ആകാശത്തുള്ളവനാരാ? അള്ളാഹു കരുണ കാണിക്കും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. ബൽ യദാഹു മബ്സൂതത്താൻ, അള്ളാഹുവിന് രണ്ട് കൈകൾ, അത് നിവർത്തപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട്. വയബ്ഖ വജ്ഹു റബ്ബിക, നിന്റെ റബ്ബിന്റെ വജ്ഹ് ബാക്കിയാവും. അള്ളാഹുവിന് എന്തുണ്ട്? വജ്ഹുണ്ട്, മുഖമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട്, സഹാബത്ത് എങ്ങനെ നിലപാടെടുത്തെന്താ? ചില ആൾക്കാർ നിലപാടെടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ? അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമ്പോ അത് പറഞ്ഞത് എന്താ? രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിലാണ്. അപ്പൊ അവര് പറയും എന്താ പറയാ, ചില ആൾക്കാർ പറയാം എന്താ, അവര് പറയുന്ന പോയത്തിലെന്താ, ഇവിടെ ഇറങ്ങുമ്പോ അവസാനത്തെ മൂന്നിലൊന്ന് ഇവിടെ മൂന്നിലൊന്നാവുമ്പോ അപ്പുറത്ത് അമേരിക്കയിൽ പകലായിരിക്കൂലെ. അപ്പൊ ഇവിടെ ഇറങ്ങുമ്പോ അവിടെ ഇറങ്ങാതിരിക്കും, പിന്നെ അവിടെ ഇറങ്ങി ഈ ഇറങ്ങിക്കൊണ്ടിരിക്കലാണോ റബ്ബിന് പണി എന്നൊക്കെ കളിയാക്കി ചോദിക്കാറുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളിയാക്കുന്ന പോലെ. സഹാബത്തിന്റെ നിലപാടിനെ സഹാബത്ത് സ്വീകരിച്ച നിലപാടെന്താ? ഈ ഒരു പ്രശ്നം ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോയത്തരം അത് അയാളുടെ മൈൻഡിലേക്ക് വരാനുള്ള കാരണം എന്താ കാരണം? റബ്ബ് ഇറങ്ങുന്നു പറയുമ്പോൾ അതിനെന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യുന്ന ആരുമായിട്ടാ? ഒരു സൃഷ്ടി ഇറങ്ങുന്നത് പോലെ അതുമായിട്ട് കണക്ട് ചെയ്യുന്നോണ്ടാണ്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊക്കെ അറിയുന്ന അടിസ്ഥാനം എന്ത്? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിന് ഒരു കാര്യവും നമ്മൾ മറ്റൊരു കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അള്ളാഹു ഇറങ്ങുന്ന പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഇറങ്ങുന്ന പോലെ, ഖത്തീബ് മിമ്പറിന്ന് ഇറങ്ങുന്ന പോലെയോ രാജാവ് സിംഹാസനത്ത് ഇങ്ങനെയൊന്നും നമ്മൾ കണക്ട് ചെയ്യരുത്.
അത് ഒരു സൃഷ്ടി ഇറങ്ങുന്ന പോലെ അല്ല, നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അള്ളാഹു ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് ഇറങ്ങും, കാരണം അള്ളാഹ് പഠിപ്പിച്ചെന്നാണ് ഇറങ്ങും എന്നുള്ളത്. പക്ഷെ എങ്ങനെ ഇറങ്ങും നമുക്കറിയില്ല, കാരണം നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ പോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ഇമാജിനേഷനിൽ സങ്കല്പിക്കാനും പറ്റൂല. നമ്മുടെ ഇമാജിനേഷനിൽ എന്തെങ്കിലും ഒരു ചിത്രം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ അതല്ല അള്ളാഹുവിന്റെ രൂപം, കാരണം അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സ്വർഗം. ഈ സ്വർഗത്തിലെ ചില അനുഗ്രഹങ്ങളെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താ? ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു കൽബിനും അത് ചിന്തിച്ച് ഭാവനയിൽ കൊണ്ടുവരാൻ പോലും പറ്റൂല. ഇത് സ്വർഗത്തിനെ പറ്റി, ഈ സ്വർഗത്തെ സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ചിന്തിച്ച് അങ്ങനെ കിട്ടുക? നമ്മുടെ ചിന്തയിൽ, ഭാവനയിൽ, നമുക്ക് ഇമാജിനേഷനിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല റബ്ബിന്റെ രൂപം എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പെർഫെക്റ്റായ എല്ലാ നല്ല ഗുണങ്ങളും ഏറ്റവും പീക്കില്, ഏറ്റവും പൂർണ്ണമായ അളവിൽ ഉള്ള എല്ലാ, എന്താ വെച്ചാൽ സ്വർഗത്തിൽ നമുക്കറിയാം എല്ലാ അനുഗ്രഹങ്ങളാണ്, സുഖസൗകര്യങ്ങളാണ്, ആനന്ദങ്ങളാണ്, ആർഭാടങ്ങളാണ്. അതിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സ്വർഗവാസികൾ അള്ളാഹുവിനെ കാണുന്ന സന്ദർഭത്തിൽ ആ അനുഗ്രഹങ്ങളൊക്കെ മറന്നുപോകും. എല്ലാം. അതാണ് അള്ളാഹു. എല്ലാ പൂർണ്ണതയുടെ ഗുണങ്ങളും അവനിൽ ഏറ്റവും പൂർണ്ണമായ അളവിലുണ്ട്. ഒരു മോശമായ ഗുണവും അവനിലില്ല, ഒരു തരി പോലുമില്ല. പല ആളുകളും ഈ ഒരു വിഷയത്തിൽ വളരെ വലിയ അബദ്ധങ്ങളിലാണ്. പല ആൾക്കാരും നമ്മൾ ചോദിച്ചു നോക്കിയേ, അള്ള അവിടെ ചോദിച്ചു നോക്കിയേ, അവരെന്താ പറയാ, എല്ലാവിടെയും ഉണ്ട്. ചില ആൾക്കാർ വരെന്താ, ഗോഡ് ഈസ് ലവ്, നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളിൽ ദൈവം വരുന്നു, എന്നുവെച്ചാൽ നമ്മൾ ദൈവമാവും. ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ പല ആളുകളും മുസ്ലിമീങ്ങളിൽ പോലും ഉണ്ടേ. അള്ള എവിടെയുള്ളത്? സ്വഹാബത്തിന്റെ നിലപാടെന്താ? നമ്മൾ ഒരുപാട് ആയത്തിൽ കേൾക്കുന്ന കാര്യമാണ് എന്ത്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അള്ളാഹിനെ പറ്റി പറയുന്ന അഅല എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളത്. പക്ഷെ അവനേക്കാൾ മുകളിൽ ഒന്നുമില്ല. എല്ലാ സൃഷ്ടികളും, ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ, എല്ലാത്തിനും മുകളിൽ, അതിനെല്ലാത്തിനും മേൽക്കൂര പോലെ അർഷുണ്ട്. ആ അർഷിന്റെയും മുകളിൽ അള്ളാഹുവിന്റെ പേരുകൾപ്പെട്ടൊരു പേരാണെന്ത്? അല്ലാഹിർ. അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ടല്ലോ. ആ പേരിന്റെ അർത്ഥം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലൈസ ഫൗഖഹു ഷൈ, അവന്റെ മുകളിൽ ഒന്നുമില്ല എന്നതിന്റെ അർത്ഥം. എന്നുവെച്ചാൽ ഏറ്റവും മുകളിലുള്ളവൻ അവനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ കാണാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, പല ആളുകളും വിചാരിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രൂപം ഇല്ലാന്ന് ആൾക്കാർ വിചാരിക്കുന്നത് അല്ലെ. പല ആളുകളും പഠിപ്പിക്കാറുണ്ട്, കണ്ണില്ലാതെ കാണുന്നവൻ, ഇങ്ങനെ കൈയില്ലാതെ പിടിക്കുന്നവൻ, ഇങ്ങനെ പല അർത്ഥങ്ങളെ പഠിപ്പിച്ചു കൊടുക്കും. അള്ള അവിടെ ചോദിച്ചാൽ അവർ പറയും വലത്തുമില്ല, അടുത്തുമില്ല, മുകളിലുള്ള, താഴെയില്ല. എന്ന് വെച്ചാൽ അവനൊരു പ്രത്യേക രൂപമില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല. അള്ളാഹുവിനൊരു പ്രത്യേക രൂപമുണ്ട്, നമുക്കറിയില്ല എന്നേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്കത് പഠിപ്പിച്ചാന്ന്. പക്ഷെ ആ രൂപം ഏറ്റവും മികച്ച, ഏറ്റവും പൂർണ്ണമായ, എല്ലാ ഗുണങ്ങളും അടങ്ങിയ രൂപമാണ്. അത് നമ്മൾ കാണും. അതാണ്, ആ കാണുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗവാസികൾക്ക്. അപ്പൊ ഇങ്ങനെ ഈ വിഷയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചെന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ നിലപാട് നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. സഹാബത്തിന്റെ ഈ നിലപാട് നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. പല ആളുകളും എന്താ പറയാ, അള്ളാഹു എന്താ പറയാ ചിരിക്കും, അല്ലെങ്കിൽ അള്ളാഹു അത്ഭുതപ്പെടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പല ആളുകളും അത് നിഷേധിക്കുന്നു. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അവരെന്ത് ചെയ്യാണ്, ആ കാര്യത്തെ സൃഷ്ടികളായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അത് ഒഴിവാക്കിയാൽ തന്നെ പ്രശ്നം തീരും. ഒരിക്കലും നമ്മൾ റബ്ബിനെ എന്ത് ചെയ്തത്, സൃഷ്ടാവിനെ സൃഷ്ടികളായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല, താരതമ്യപ്പെടുത്താൻ പാടില്ല. അത് സ്വഹാബത്തിന്റെ നിലപാടാണ്. ഒരിക്കൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അടുക്കൽ, ശ്രദ്ധിക്കണേ, ഇമാം മാലിക് നമുക്കൊക്കെ അറിയാം, നമ്മൾ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഒരു ഇമാമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. അദ്ദേഹം മദീനത്തുണ്ടായി. മദീനയിലെ മസ്ജിദ് നബവിയിൽ അദ്ദേഹം വിദ്യാർത്ഥികൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കെ
ഒരു ബിദ്അത്തുകാരൻ കയറി വരികയാണ്. എന്നിട്ട് കയറി വന്നിട്ട് അയാൾ പറയാം അർ റഹ്മാനു അലൽ അർഷിസ്തവ, അർ റഹ്മാനു അലൽ അർഷിസ്തവ, റഹ്മാനായ റബ്ബ് അർഷിന്റെ മുകളിൽ ഇസ്തിവ ആയിട്ടുണ്ട്. ഇതാണ് ആയത്തിന് നേർക്കുന്നതിന്റെ അർത്ഥം. ഈ ആയത്ത് ഓതിയിട്ട് അയാൾ ചോദിക്കുകയാണ് കൈഫസ്തവ, എങ്ങനെയാണ് ഇസ്തിവ ആയത്, അതിന്റെ രൂപം എങ്ങനെയാണ്? ഇത് ചോദിച്ചപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മുഖം ദേഷ്യം കൊണ്ട് ചുവക്കാണ്. അദ്ദേഹം പറഞ്ഞത് അൽ ഇസ്തിവാഉ മഅലൂമുൻ. ഇസ്തിവ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത് ഭാഷയിൽ അറിയപ്പെട്ടതാണ്. എന്തതിന്റെ അർത്ഥം? മുകളിലാവുക, ഉപരിയിലാവുക എന്നുള്ളതിന്റെ അർത്ഥം. വൽ കൈഫു മജ്ഹൂലുൻ, അതിന്റെ രൂപം അത് അറിയിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവോ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമുക്ക് രൂപം പഠിപ്പിച്ചാൽ നമുക്കത് അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധം. അള്ളാഹു ഇസ്തിവ ആയിട്ടുണ്ട് എന്ന് അള്ള പറയുമ്പോൾ നമ്മൾ അങ്ങനെ ആയിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അള്ളാഹു ഖുർആനിൽ വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, മൂസാവിനോട് അള്ളാഹു എന്ത് ചെയ്തു? മൂസ അലൈഹി സ്വലാം അള്ളാഹു ഒരു സംസാരം സംസാരിച്ചു. അള്ളാഹു സംസാരിച്ചു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ അള്ളാഹ് സംസാരിച്ചിട്ടില്ല, അള്ളാഹ് വഹീട്ട് കൊടുത്താന്ന് പറയും. അള്ളാഹ് സംസാരിച്ചു എന്ന് അള്ളാഹ് പഠിപ്പിച്ചു തരും, നമ്മൾ പറയില്ല. അള്ളാഹിനേക്കാൾ അറിവുള്ളവരാ നമ്മൾ അള്ളാഹിനെ പറ്റി? അല്ലല്ലോ. അള്ളാഹ് പഠിപ്പിച്ചു തരുമ്പോൾ അങ്ങനെ തന്നെ എന്ത് വിശ്വസിക്കണം. നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ തടസ്സമായി വരുന്നത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് സൃഷ്ടികളായിട്ട്. ആ കമ്പയർ എന്ത് ചെയ്യുക, കമ്പാരിസൺ അത് ഒഴിവാക്കുക, കൽബിൽ വരാതെ ശ്രദ്ധിക്കുക. ഏത് വിശേഷങ്ങൾ പറയുമ്പോൾ അള്ളാഹു ഇറങ്ങുന്നു പറഞ്ഞാൽ ഇറങ്ങുന്നതന്നെ വിശ്വസിക്കുക. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, ഖിയാമത്ത് നാളിൽ അള്ളാഹു മലക്കുകളും വരുന്നു പഠിപ്പിച്ചെന്ന് വരുന്നതിനെ വിശ്വസിക്കുക. നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട, താരതമ്യപ്പെടുത്താൻ നിൽക്കണ്ട. നമ്മള് ഇത് ചില ആൾക്കാർ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ദുർവ്യാഖ്യാനങ്ങൾ വരും. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്ന പറയുമ്പോൾ ഈ ആൾക്കാർ എന്താ പറയാ, കമ്പയർ ചെയ്യുന്നവര് എങ്ങനെ വ്യാഖ്യാനിക്കുക? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു പറയും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുന്നു പറയും, അല്ലെങ്കിൽ അള്ളാഹു ചിരിക്കുന്നുള്ള ഹദീസുകൾ എന്ത് ചെയ്യും, അള്ളാഹു തൃപ്തിപ്പെടും എന്ന് പറയും. തൃപ്തിപ്പെടും എന്നുള്ളതിന് വേറെ വാക്കില്ല, റളിയല്ലാഹു അൻഹും വേറെ വാക്കുണ്ടല്ലോ. ആ വാക്കുണ്ടായിട്ട് തന്നെ അള്ളാഹ് ചിരിക്കുന്നു പഠിപ്പിച്ചെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചിരിക്കും തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സഹാബത്തിന്റെ നിലപാട് ഈ പറഞ്ഞതുപോലെ എന്താണോ അതിൽ വന്നിട്ടുള്ളത് അത് അംഗീകരിക്കാമുള്ള. കാരണം റബ്ബിനെ പറ്റി നമ്മളെക്കാൾ അറിയാം റബ്ബിനാണ്. ആ റബ്ബിനെ പറ്റി തന്നെ പഠിപ്പിച്ചു തരുന്നത് അവൻ എന്ത് ചെയ്യും, വരും, അല്ലെങ്കിൽ കൈകളുണ്ട്, 2 കൈയുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഒരിക്കലും ഒരാളോ ഏറ്റവും ഒരു സൃഷ്ടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, കമ്പയർ ചെയ്യണ്ട. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച വിഷയം, മുസ്ലിമായ ഒരാൾ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ഒരാൾ അവൻ നരകത്ത് പോവും. ഈ വിഷയത്തിൽ ഒരുപാട് അബദ്ധധാരണകൾ പല ആളുകൾക്കുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി, ഒരു പ്രശ്നമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനാണെങ്കിൽ പിന്നെ അവന് നരകം അല്ല സ്വർഗം പിന്നെ അവന് ഗ്യാരണ്ടി ആരോ കൊടുത്തതുപോലെയാണ് പല ആൾക്കാർ തെറ്റിദ്ധാരണ. ചില ആൾക്കാർ അങ്ങനെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ സഹാബത്തിന്റെ നിലപാടെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ചൊല്ലിയാൽ മാത്രം പോരാ, അതിനനുസരിച്ചിട്ടുള്ള ജീവിതം അവൻ കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, നരകത്തിൽ. എന്നുവെച്ചാൽ അവന്റെ തൗഹീദിന് കളങ്കം വരുന്ന, ഈമാന് കോട്ടം തട്ടുന്ന വിഷയങ്ങൾ, വിശ്വാസങ്ങൾ, പ്രവർത്തനങ്ങൾ അവനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കാൻ അവൻ അർഹനായിത്തീരും. ഇനിയിപ്പോ ഷിർക്കും കുഫറൊക്കെയാണ് അവൻ വലിയ ഷിർക്ക്, വലിയ കുഫറൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്യാതെ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനാണെങ്കിലും നരകത്തിൽ ശാശ്വതനാവും. പ്രവേശിക്കുന്നല്ല, നരകത്തിൽ കാലാകാലം ഉണ്ടാവും. ഖാലിദൻ മുഖല്ലദൻ.
ഇതാണ് സ്വഹാബത്തിന്റെ ഈ വിഷയത്തിൽ നിലപാട്. എന്നുവെച്ചാൽ നരകത്തിൽ ശാശ്വതനാക്കുന്ന കാര്യങ്ങൾ അത് ചുരുക്കത്തിൽ രണ്ട് കാര്യങ്ങളാണ്. വലിയ ശിർക്കും വലിയ കുഫറും. രണ്ടും ഒന്നെന്നെയാണ്. കുഫർ എന്നുള്ള വലിയ വൃത്തത്തിനുള്ളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വൃത്തമാണ് എന്ത്? ഷിർക്ക് എന്നുള്ളത്. അത് പിന്നീട് വിശദീകരിക്കും, സമയമില്ല. അപ്പൊ ഈ കാര്യങ്ങൾ അത് പറ്റിപ്പോയി തൗബ ചെയ്താൽ അള്ളാഹു എല്ലാ തെറ്റും പുറത്തു കൊടുക്കും. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യുകയാണെങ്കിൽ ഏത് തെറ്റല്ല പുറത്തു കൊടുക്കും. ശരിയായ തൗബയാണെങ്കിൽ. നിബന്ധനകൾ ഒത്തുവന്നിട്ടുള്ള 3 നിബന്ധനകളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. ആ നിബന്ധനകൾ ഒത്തുവന്ന തൗബയാണെങ്കിൽ ഏത് തിന്മയാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. വലിയ കുഫറാണെങ്കിലും വലിയ ഷിർക്കാണെങ്കിലും എത്ര വലിയ അപരാധമാണെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കും. തൗബ ചെയ്യാതെയാണ് ഒരാൾ വലിയ ഷിർക്കും വലിയ കുഫറായിട്ട് മരണപ്പെടുന്നതെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനാണെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയവനാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ നോമ്പെടുക്കുകയാണെങ്കിൽ ഒന്നും കാര്യമില്ല, നരകത്തിൽ ശാശ്വതനായിരിക്കും. ഇനിയിപ്പോ ഒരാൾ ഷിർക്കും കുഫറും അല്ല, ഷിർക്കും കുഫറും അല്ലാത്ത ബാക്കിയുള്ള വൻപാപങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബിദഅത്തുകൾ, ഒക്കെ അതിൽ പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് ഇതിൽ നിന്ന് തൗബ ചെയ്യാതെ ഒരാൾ മരണപ്പെടുകയാണ്. ഒരാൾ കള്ളുകൂടിയനായിട്ട് തന്നെ മരിക്കുകയാണ്, തൗബ ചെയ്യാതെ അങ്ങനെ തന്നെ മരിക്കുകയാണ്, മദ്യപാനിയായിട്ട് തന്നെ. അവന്റെ ആഖിറത്തിന്റെ അവസ്ഥ എന്താ അവസ്ഥ? ആ വിഷയത്തിൽ സഹാബത്തിന്റെ നിലപാട്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ എന്ത് ചെയ്യും? ശിക്ഷിക്കും. എത്ര ശിക്ഷിക്കും? അവൻ ചെയ്ത തിന്മയുടെ അളവ് കാലാകാലമല്ല. ഇത് കുഫറും ശിർക്കും ചെയ്തവനെ പറ്റിയിട്ടല്ല കേട്ടോ, വൻപാപം ചെയ്ത് തൗബ ചെയ്ത് മരണപ്പെട്ടവനെ പറ്റിയിട്ട്. അവൻ ചെയ്ത ശിക്ഷയുടെ അളവിനനുസരിച്ച് റബ്ബ് എന്ത് ചെയ്യും? ശിക്ഷിക്കും. ചിലപ്പോൾ അത് മുഴുവൻ ശിക്ഷിക്കൂല, അതിനിടയിൽ എന്ത് ചെയ്യും? ഷഫാഅത്തോണ്ട് മറ്റോ കൊണ്ട് പുറത്തു പോകും. ചിലപ്പോൾ അള്ളാഹു ശിക്ഷിക്കന്നെ ചെയ്യില്ല, നേരെന്ത് ചെയ്യും? സ്വർഗത്ത് പുറത്തു കൊടുക്കും. അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് പ്രകാരം ഉദ്ദേശിക്കുന്ന പോലെ അവൻ ചെയ്യും. ഇതാണ് ഈ വിഷയത്തിൽ സഹാബത്തിന്റെ. അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ചില ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ നിങ്ങൾക്കൊരു ഏകദേശം ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താണ് സഹാബത്തിന്റെ നിലപാടുകൾ എന്നൊരു ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല നമുക്ക് മുഴുവൻ പറയാൻ ഈ സമയം മതിയാവൂല. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് എന്ത്? സഹാബത്തിനെ സംബന്ധിച്ചുള്ള നിലപാട്. അല്ലേ, അബൂബക്കറിനെയും ഉമറിനെയും പോലും കാഫറാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അല്ലെ, അവരാണ് എന്ത് പറയാ? ഷിയാക്കൾ എന്ന് പറയും. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് എല്ലാ അംബിയാ മുർസലീങ്ങളും കഴിഞ്ഞാൽ, ലോകത്തുള്ള എല്ലാ റസൂലുമാരും നബിമാരും മാറ്റി നിർത്തിയാൽ പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരായ 2 വ്യക്തിത്വങ്ങൾ അബൂബക്കർ ഉമറാണ്, ഏറ്റവും അഫ്ദലായവർ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ഔലിയാക്കൾ അബൂബക്കർ ഉമറും. ഒന്നാമത് അബൂബക്കർ, രണ്ടാമത് ഉമറും റളിയല്ലാഹു അൻഹുമ. അവര് പോലും കാഫറാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഈ നിലപാട് ഒരിക്കലും ശരിയല്ല. കാരണം നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞത് സഹാബത്തിൽ എല്ലാവരെ പറ്റി അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു തൃപ്തിപ്പെട്ടിട്ട്, അള്ളാഹു തൃപ്തിപ്പെട്ടവരെ നമ്മളെങ്ങനെ വെറുക്കുക, നമ്മളെങ്ങനെ കാഫറാണെന്ന് പറയാം? സഹാബത്തിൽ ഓരോരുത്തരെ പറ്റിയും ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകുല്ലൻ വഅദ അല്ലാഹുൽ ഹുസ്ന. അതിൽ ഓരോരുത്തർക്കും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർഗം വാഗ്ദാനം ചെയ്തിട്ട്. സഹാബത്തിനെ പറ്റി അള്ളാഹ് പറഞ്ഞ ആയത്ത് അള്ളാഹുവിന്റെ വാക്കാണ്. എന്നുവെച്ചാൽ ഒരാൾ സഹാബിയാണെങ്കിൽ ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് ഒരു ഒറ്റ വട്ടേ കണ്ടിട്ടുള്ളതെങ്കിലും അവന് സ്വർഗം ഉറപ്പാണ്. അതാണ് സഹാബത്തിന്റെ പ്രത്യേകത. ആ പ്രത്യേകത വേറെ ആർക്കില്ല. ഇതാണ് സഹാബത്തിനെ സംബന്ധിച്ച് ഖുർആൻ സുന്നത്ത് അറിയിക്കുന്ന നിലപാട്. അതേസമയം നമ്മൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പോലെ അബദ്ധങ്ങൾ പറ്റാത്ത, തെറ്റുകൾ പറ്റാത്തവരൊന്നുമല്ല. അബദ്ധങ്ങൾ മാനുഷികമായിട്ട് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. പക്ഷെ അവരുടെ അബദ്ധങ്ങൾ എന്നുള്ളത് എന്താ പറയാ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ കടലിൽ മൂത്രമൊഴിക്കുന്ന പോലെയുള്ളൂ. അത്രയധികം നന്മകൾ കൊണ്ട് നിറഞ്ഞൊരു ജീവിതമാണ് അവര്. അതിലെവിടേക്കോ മാനുഷികമായി പറ്റുന്ന ഏതൊക്കെയോ അബദ്ധങ്ങൾ, അത്രയേ ഉള്ളൂ.
അതിന്റെ പുറകെ പോവുകയോ അത് ചെകഞ്ഞന്വേഷിക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ അവരെ കൊച്ചാക്കി സംസാരിക്കുകയോ ചെയ്യുന്നത് വലിയ അപകടമാണ്. ഇന്ന് പല ആളുകളും പല അബൂബക്കർ ഉമറിനെ സംസാരിക്കാൻ അതിനെപ്പറ്റി അത്രയും ധൈര്യമില്ലാത്ത ആളുകൾ പോലും അവർ ചീത്ത വിളിക്കുന്ന കുറ്റം പറയുന്ന പല സഹാബികളുണ്ട്, കേട്ടിട്ടുണ്ടാവും. മുആവിയ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഇവരെ പറ്റിയിട്ടൊക്കെ പച്ചയായി ഇവരുടെ ഇസ്ലാമിൽ സംശയിക്കുക പോലും ചെയ്യുന്ന പള്ളി മിമ്പറുകളും സംസാരങ്ങളും പ്രസംഗങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് മുസ്ലിമീങ്ങൾ നടത്തുന്നത്. എത്രത്തോളം ഒരാൾ ഇസ്ലാമിനെ പറ്റി പഠിച്ച റിസർച്ചിൽ അയാൾക്ക് കിട്ടിയ റിസൾട്ടായിട്ട് അയാൾ പറയുന്നത് നസ്രാണിയത്തിന് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ദീനിനെ പൗലോസ് പൊളിക്കാൻ വന്നതുപോലെ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി വന്ന ആളാണ് അത്ര ആര് മുആവിയ. നഊദു ബില്ലാഹ്. എത്ര വലിയ വാക്കാണ്, ഗുരുതരമായ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയ എന്ന് ഒരു സ്വഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അത്രയും ശ്രേഷ്ഠനായ സഹാബിയാണ്. എന്താ പ്രാർത്ഥന അർത്ഥം? അള്ളാഹുവെ ഹിദായത്ത് കിട്ടിയവനായും ഹിദായത്ത് നൽകുന്നവനായും ഇവനെ നീ മാറ്റണമേ എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് മുആവിയ റളിയല്ലാഹു അൻഹു വിഷയത്തിലാണ്. അത്ര ശ്രേഷ്ഠനായ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്, ഏറ്റവും സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഏൽപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? വഹി എഴുതി വെക്കുകയാണ്. ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്ന വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാപ്പാഠം പഠിക്കും. അതെന്ത് ചെയ്യും? ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും, അവരെന്ത് ചെയ്യും? എഴുതി വെക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. അത്രയും വേണ്ടപ്പെട്ട എത്രയും അടുത്ത് നിൽക്കുന്ന സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരിൽ പെട്ടൊരു വ്യക്തിയായിരുന്നു ആര്? മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ആ സഹാബിനെ പറ്റിയിട്ട് എന്തൊക്കെ തോന്നിയാസങ്ങളാണെന്നറിയ ആൾക്കാർ പറയും. വലിയ അപകടമാണ്. അതൊക്കെ നമുക്ക് ഒരാൾ നമുക്ക് ഇൽമെടുക്കാൻ പറ്റുന്ന ആളെല്ലാം തിരിച്ചറിയാൻ അടയാളങ്ങളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, ആലുബൈത്ത് അല്ലെങ്കിൽ അഹ്ലുബൈത്ത്, അവര് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരിൽ തൗഹീദുള്ള, ഈമാനുള്ള, സുന്നത്തുള്ള, സഹാബത്തിന്റെ മാർഗം പിന്തുടരുന്ന ആളുകളെ നമ്മൾ ബാക്കിയുള്ള ആളുകളെക്കാൾ സ്നേഹിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ശ്രദ്ധിക്കണേ. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് തീരെ പരിഗണനയില്ല, സാധാരണ ആൾക്കാരെ പോലെയാണ് നമ്മൾ ധരിക്കേണ്ട. അവരിൽ തൗഹീദും ഈമാനും സഹാബത്തിന്റെ മാർഗം പിന്തുടരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ബാക്കിയുള്ള ഈമാനുള്ള തൗഹീദുള്ള ആളുകളെക്കാൾ നമ്മൾ പരിഗണന കൊടുക്കണം, മുൻഗണന കൊടുക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണ്. അതേസമയം നമ്മൾ അവരിൽ എന്ത് ചെയ്യില്ല, പരിധി വിടൂല. ചില ആൾക്കാർ അവരെ സ്നേഹിച്ച് സ്നേഹത്തിൽ പരിധി വിട്ടിട്ട് അലി റളിയല്ലാഹു അൻഹു മറ്റൊരു നബിയാണ്, അല്ലെങ്കിൽ എത്രത്തോളം പറഞ്ഞു അലിയാണ് ഇലാഹ് എന്ന് പോലും പറയുന്ന അവസ്ഥയിലേക്ക് ആയിപ്പോയ ആളുകളുണ്ട്. അപ്പോ ഈ വിഷയത്തിൽ നമ്മൾക്ക് കൃത്യമായ നിലപാട്, സഹാബത്തിന്റെ നിലപാട് ഇങ്ങനെയാണ്. മറ്റുള്ള അവരിൽ സ്നേഹിക്കപ്പെടാൻ അർഹരായിട്ടുള്ള ഈമാനുള്ള തൗഹീദൊക്കെ ഉള്ള സഹാബത്തിന്റെ മാർഗം പിന്തുടരുന്ന ആളുകളെ മറ്റുള്ള ആളുകളെക്കാൾ നമ്മൾ ഒരു പടി മുൻപ് എന്ത് ചെയ്യണം? കൂടുതൽ സ്നേഹിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്താണ്. എന്നാൽ അവരിൽ ഈമാൻ ഇല്ലാത്ത ആൾക്കാരോ തൗഹീദ് ഇല്ലാത്ത ആൾക്കാരോ സുന്നത്തിനെ പരിഗണിക്കാത്ത ആൾക്കാരോ സ്വഹാബത്തിന് മാർഗം പിന്തുടരാത്ത ആൾക്കാരോ അവരെത്ര വലിയ തങ്ങൾ കുടുംബമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് എന്ത് ചെയ്യില്ല, ഈ പരിഗണന അവർക്കുള്ളതല്ല, അവരർഹിക്കുന്നില്ല. അങ്ങനെ അർഹിക്കാനാണെങ്കിൽ നമ്മൾ അബൂജഹൽ റളിയല്ലാഹു അൻഹു പറയട്ടെ. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? ഉപ്പാൻ സഹോദരനാണ്. അതിനേക്കാൾ വലിയ അഹ്ലുബൈത്ത് ആരാ ഉള്ളത്? അബൂലഹബ്, തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞു. അള്ളാഹു അഹ്ലുബൈത്ത് ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് അർഹരാവൂല. അവരിൽ ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ഈമാനും മറ്റു തൗഹീദും അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെക്കാൾ സ്നേഹിക്കാൻ അവർ അർഹരായിത്തീരും. ഇതാണ് ഈ വിഷയത്തിൽ മറ്റൊരു നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം. അവസാനിപ്പിക്കുകയാണ്, സമയം ഒരുപാടായിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് ആവർത്തിക്കും. ഷഫാഅത്തും മറ്റു കാര്യങ്ങളും നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണെന്ത്? കറാമത്ത്. ഔലിയാക്കൾക്ക് കറാമത്ത് എന്നുള്ളത് അത് സഹാബത്ത് അത് സംഭവിക്കാൻ എന്നെന്ത് ചെയ്തിട്ടുണ്ട്, അവരെന്ത് ചെയ്തിട്ടുണ്ട്, അത് അത് സംഭവിക്കാറുണ്ട്
അള്ളാഹു നിശ്ചയിച്ചാണ്. എല്ലാത്തിനും കഴിയുന്ന റബ്ബ് ചില ആളുകളിലൂടെ എന്ത് ചെയ്യും, സാധാരണക്കാർക്ക് സാധിക്കാത്തൊരു കാര്യം പ്രകടമാക്കും. ഇങ്ങനൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണേ. ഇതിൽ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം നമ്മൾ അമാനുഷികമായിട്ട് കാണുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അയാളുടെ ദീനിലേക്കാണ്. ചിലപ്പോൾ ആകാശത്തു കൂടെ ഒക്കെ പറക്കുന്നുണ്ടാവും, വെള്ളത്തിൽ കൂടെ നടക്കുന്നുണ്ടാവും, തീ കൂടെ നടക്കുക, ചുട്ട കോഴിയെ പറപ്പിക്കുക, അങ്ങനെ പല കാര്യങ്ങളും അമാനുഷികമായി കാണിക്കും. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ആ തെറ്റിദ്ധരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അയാളുടെ ദീൻ എന്താ കോലം നോക്കുക. തൗഹീദുണ്ടോ, സുന്നത്തുണ്ടോ, സഹാബത്തിന്റെ മാർഗം പിന്തുടരുന്നവർ, അങ്ങനെ ആണെങ്കിൽ അത് കറാമത്തായിട്ട് കണക്കാക്കുക. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ ഒരുപാട് കറാമത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് ഖുർആനിൽ തന്നെ ഉള്ളതാണ് മറിയം അലൈഹി സ്വലാമിന്റെ ചരിത്രം. കാല അന്നാലക്കി ഹാദ. സക്കരിയ അലൈഹി സ്വലാം മറിയമിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഭക്ഷണം കാണണം. വജദത് ഇൻദഹാ റിസ്ഖ കാല അന്നാലക്കി ഹാദ കാലത്ത് ഹുവ മിൻ ഇൻദില്ല. അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള അവിടെ ഒന്നും കിട്ടാത്തൊരു പഴവർഗ്ഗങ്ങളും വിഭവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ, മുറിയിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാത്ത മറിയം അലൈഹി സ്വലാമിന്റെ റൂമിലേക്ക് എന്ത് ചെയ്യണം, ആൾക്കാർക്ക് ദൂരം പോയി എത്രയോ ദൂരം സഞ്ചരിച്ചാലും കിട്ടാത്ത പഴവിഭവങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഈ പെൺകുട്ടിക്ക് കിട്ടുകയാണ്. ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. നബി അത്ഭുതപ്പെടുകയാണ്. ഈ സ്ത്രീ നബിയല്ല. അതന്നെ കറാമത്തുകൾ എന്ന് പറയും. ഒരുപാട് കറാമത്തുകൾ സംഭവിക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തിയിലേക്കാണ്. ആരാണത്, എങ്ങനെയുള്ള ആൾക്കാർ സംഭവിക്കും. ഷിർക്കും ഖുറാഫാത്തും വിദ്യാർത്ഥികളും ഇതൊക്കെ പറയുന്ന അതിന്റെ ആളായിട്ടുള്ള ഒരാളാണെങ്കിൽ മനസ്സിലാക്കിക്കോ, അവനിൽ നടക്കുന്ന അമാനുഷിക പ്രവൃത്തി അത് ശൈത്താന്റെ പ്രവർത്തനമാണ്. നമുക്ക് ഉറപ്പിക്കാം. വേറൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കണ്ണടച്ച് പറയാൻ പറ്റും അത് ശൈത്താന്റെ പ്രവർത്തനം, കറാമത്തല്ല എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ സ്വഹാബത്തിന് ഓരോ നിലപാടുകളുണ്ട്. ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. നമുക്ക് നിർബന്ധമാണ്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ്. അത് തിയറി ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും ഇതൊക്കെ ഉദാഹരണങ്ങൾ മാത്രം. ഇതിൽ ഓരോന്നിലും ഇനി വിശദാംശങ്ങളുണ്ട്, വേറൊരുപാട് ഉദാഹരണങ്ങളുണ്ട്, വേറൊരുപാട് നിലപാടുകളുണ്ട്. ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. അന്വേഷിക്കുക പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ വലിയ പണ്ഡിതനാവണം പറയുന്നൊന്നല്ല. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഒരു കാര്യം ഞാൻ ദീനിൽ വിശ്വസിക്കൂല, പ്രവർത്തിക്കൂല, അതിൽ സ്വഹാബത്തിന്റെ നിലപാട് എന്താണെന്ന് അറിയാതെ ഇങ്ങനൊരു തീരുമാനം എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള, ആ കാര്യങ്ങളിൽ അറിവുള്ള ആളുകളെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഓരോ വിഷയത്തിൽ സംശയം വരുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ ഇത് ഞാൻ വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, ദീനിന്റെ ഓരോ പോയിന്റുകളാണ് പറയാം. എല്ലാ സ്വഭാവ മര്യാദകൾ വരെ, വസ്ത്രധാരണത്തിൽ പോലും. ഇപ്പൊ നിങ്ങളുടെ സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഭാര്യമാര് ഇവരെങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടത്? നിങ്ങൾ പറയണൊക്കെ മറയ്ക്കണം, ഒന്നും പുറത്ത് കാണരുത്, അവയവങ്ങളും കാണുന്നതിന് ഷെയ്പ്പും കാണരുത് എന്ന് നിങ്ങൾ പറയണം. അപ്പൊ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ദീനിൽ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ പറയാം. അങ്ങനെ ഒരു തർക്കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യുക, സഹാബത്തിന്റെ മാർഗം അന്വേഷിക്കുക, അവരുടെ നിലപാട് എന്തായാലും നിങ്ങൾ പഠിക്കുക, ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ പറയാ, എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വസ്ത്രമില്ലാതെ എന്തൊക്കെയോ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ എവിടേക്ക് തുന്നി കണ്ടം വെച്ച കോട്ട് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ഉള്ളത് കൊണ്ട് കൂട്ടിച്ചേർത്ത് അതുകൊണ്ട് അവർ വസ്ത്രം ധരിച്ചിരുന്ന സ്ത്രീകള്, അങ്ങനെ മുന്നോട്ട് പോയിരുന്ന സ്ത്രീകള് മുഖം മറയ്ക്കണ ആയത്തിറങ്ങിയപ്പോ അവരുടെ വസ്ത്രത്തിന്റെ കാണാത്ത ഭാഗത്തുനിന്ന് വെട്ടിയിട്ട് എന്ത് ചെയ്യാണ്, മുഖത്തിന്റെ ഭാഗത്ത് തുന്നിപ്പിടിപ്പിക്കുകയാണ്. മുഖം മറയ്ക്കൽ നിർബന്ധമാണെന്ന് അർത്ഥം. മുഖം മറയ്ക്കാൻ പാടില്ല, നിക്കാബ് ധരിക്കരുത് എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള, വിധി കൊടുത്തിട്ടുള്ള സമയമാണ് ഹജ്ജിന്റെ സമയം, ഇഹ്റാമിന്റെ സമയം സ്ത്രീകൾക്ക്. ആ സമയത്ത് പോലും അവരെന്ത് ചെയ്യുക, സഹാബി അസ്മാ റളിയല്ലാഹു അൻഹ പറയാം, മറ്റു പുരുഷന്മാർ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ തലമക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും, താഴ്ത്തി മുഖത്തേക്ക് താഴ്ത്തിയിടും, മുഖം കാണാതിരിക്കാൻ. അന്യപുരുഷന്മാരിന്ന് നിർബന്ധമായിട്ട് മറക്കേണ്ടതാണ് ഒരു പെണ്ണ് അവളുടെ മുഖം എന്നുള്ളത്. ഇതെങ്ങനെ കിട്ടിയത്? സഹാബത്തിന്റെ നിലപാട് പഠിക്കുമ്പോഴാണ്. അതാണ് ശരി, അതേ ശരിയുള്ളൂ. ശ്രദ്ധിക്കണം. അതല്ലാത്ത ആൾക്കാർ എന്തൊക്കെ പറഞ്ഞോട്ടെ, നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ എന്താണ് സ്ത്രീകളെ നിങ്ങൾക്ക് അടച്ചുപൂട്ടിയിടുകയാണ്, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു ഇത് കൊടുക്കുന്നില്ല, നിങ്ങൾ പിന്തിരിപ്പന്മാർ, എന്തൊക്കെ പറഞ്ഞാലും ശരി, സഹാബത്തിന്റെ മാർഗം സിറാത്തുൽ മുസ്തഖീമാണ് നമുക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്ത് നിന്ന് പിന്തിരിയാൻ പോകുന്നില്ല. പക്ഷെ ആ ബോധ്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മുടെ നാട്ടുകാരൊക്കെ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരുടെ കോലം മാറി നമ്മുടെ കോലവും മാറും, നമ്മുടെ ദീനും മാറും. അങ്ങനെ ആവരുത്.
കൂടികളാവരുത്. നമ്മൾ കൃത്യമായി അറിഞ്ഞ് പഠിച്ച് പ്രവർത്തിക്കുക, ശരി ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിലകൊള്ളുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാ ഷർറുകളിൽ നിന്നും, എല്ലാ ഫിത്നകളിൽ നിന്നും, എല്ലാ ശുബഹത്തുകളിൽ നിന്നും, എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു നമ്മൾ എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും മരണം വരെ. റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യട്ടെ നമുക്ക് ഓരോരുത്തർക്കും കാര്യങ്ങൾ പരമാവധി മനസ്സിലാക്കാനും ചോദിച്ചറിയാനും അങ്ങനെ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി മാറ്റം വരുത്താനും അങ്ങനെ സഹാബത്ത് ഏതൊരു രൂപത്തിലായിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടത് അതേ രൂപത്തിലായിക്കൊണ്ട് തന്നെ റബ്ബിനെ കണ്ടുമുട്ടുവാനും അങ്ങനെ റബ്ബ് സുബ്ഹാനഹു നമ്മൾ ഓരോരുത്തർ തൃപ്തിപ്പെടുവാനും ഇത്തരം സംസാരങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സബബുകളാക്കി തീർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.